തിരുവനന്തപുരം നഗരസഭ ഭരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ വിവാദങ്ങളും ചർച്ചകളുമെല്ലാം കേരളം കാണുകയാണ്. കാപ്പ കേസിൽ പ്രതിയായ BJP കൗൺസിലർ സുഗതനെ ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ് പിടിച്ചത് മുതൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി നടത്തിയ ഉപരോധവും അതിനെ തുടർന്നുണ്ടായ ആക്രമണവും. മേയർ VV രാജേഷിന്റെ കാലുപൊട്ടുന്നു, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇത്തരത്തിൽ നിരവധിയായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനമെടുത്തത്. നിലവിൽ കോൺഗ്രസിന് 20 അംഗങ്ങളാണുള്ളത്. ഇടതുമുന്നണിക്ക് 29 അംഗങ്ങളും കോർപ്പറേഷനകത്തുണ്ട്. അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ ഏകദേശം 34 അംഗങ്ങളുടെ പിന്തുണ വേണം. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്കോ UDFനോ ഒറ്റയ്ക്ക് അവിശ്വാസം കൊണ്ടുവരാനുള്ള അംഗസംഖ്യ നിലവിൽ കോർപ്പറേഷനില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ ഇടതുമുന്നണി പിന്തുണയ്ക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡറായ KS ശബരിനാഥൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അതിനെ പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതിന് ഇടതുമുന്നണിയാണ്. അതായത് V ശിവൻകുട്ടിയും പാർലമെന്ററി പാർട്ടി ലീഡർ ദീപക് ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സുഗതൻ ജയിലിലാണ്. അതിനൊപ്പം തന്നെ ഒരു സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര കൗൺസിലറുടെ പിൻബലത്തിലാണ് അവർക്ക് കേവല ഭൂരിപക്ഷമായ 51 സീറ്റിലേക്ക് എത്തിയത്. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം മറികടക്കാൻ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യത്തിൽ UDF അവിശ്വാസം കൊണ്ടുവരികയും അതിനെ ഇടതുമുന്നണി പിന്തുണയ്ക്കുകയും ചെയ്താൽ അത് തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാത്രമല്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചർച്ചയാകും. അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ UDFും LDFും ആഞ്ഞു പിടിച്ചാൽ ഒരുപക്ഷെ ഭരണം മാറിയിട്ടില്ലെങ്കിലും BJPയെ ഭയപ്പെടുത്താൻ കഴിയും. BJPയും പഠിച്ച പണി 18 ശ്രമിക്കുന്നുണ്ട്. തങ്ങളുടെ കൗൺസിലർമാരെ അരക്കിട്ടുറപ്പിച്ചു നിർത്തുന്നതിനോടൊപ്പം മറുപാളയത്തിൽ നിന്ന് ആരെങ്കിലും തങ്ങളുടെ പാളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നോക്കുന്നുണ്ട്. UDF കോൺഗ്രസ് വിമതനായി ജയിച്ച ഒരു കൗൺസിലറുണ്ട്. ആ കോൺഗ്രസ് വിമതനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും എന്നാണ് BJPയുടെ ആത്മവിശ്വാസം. രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ UDFും LDFും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചയാകും. കേരളത്തിനപ്പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഇടതുമുന്നണിയും പ്രത്യേകിച്ച് CPMും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് CPMന് കൊടുത്ത ചരിത്രമുണ്ട്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോൺഗ്രസും CPMും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തരത്തിൽ ഒരു സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നിരയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. കാരണം കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം ഇപ്പോൾ CPM ആണ്. ഭരണപക്ഷത്തിനെതിരെ CPM സമരം ചെയ്യുമ്പോൾ, അതായത് കോൺഗ്രസിനെതിരെ ശബ്ദമുയർത്തുമ്പോൾ BJPക്കാർ ചോദിക്കില്ലേ, നിങ്ങൾ ഒരുമിച്ച് നിന്നല്ലേ BJP എതിർക്കുന്നത്, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ CPM സമരം ചെയ്യുന്നത് ചോദിച്ചാൽ അതിനെന്ത് ഉത്തരം പറയുമെന്നൊരു ആശങ്ക CPMനുണ്ട്. അതുകൊണ്ട് ഇരു പാർട്ടി നേതൃത്വങ്ങളും കോൺഗ്രസും CPM നേതൃത്വവും ആലോചിച്ച് ഉറപ്പിച്ച് ഇതിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കൂ. നിലവിലെ സാഹചര്യത്തിൽ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ അവിശ്വാസം കൊണ്ടുവന്ന BJP കോർപ്പറേഷൻ ഭരണത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. നിലവിലെ സാഹചര്യത്തിൽ നഗരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. നഗരത്തിലെ മാലിന്യ നീക്കമടക്കം സ്തംഭിച്ച സാഹചര്യമാണ്. നഗരത്തിൽ പലപ്പോഴും കുടിവെള്ളം മുട്ടുന്ന സാഹചര്യം. നഗരത്തിന്റെ ഖരമാലിന്യ സംസ്കരണത്തിൽ ഈ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിൽ നിരവധിയായ ആരോപണങ്ങൾ കോൺഗ്രസും CPMും ഇടതുമുന്നണിയുമെല്ലാം നിരവധി തവണ ഉന്നയിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കോൺഗ്രസും ഇടതുമുന്നണിയും ഒരുമിച്ച് നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വരും ദിവസങ്ങളിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ BJP എടുക്കുന്ന നിലപാട് എന്തായിരിക്കും, രാഷ്ട്രീയ കേരളം ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ ഉറ്റുനോക്കുന്നത്.